നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു കിഡിലൻ ബഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബഡ്സ് ട്രൂപ്പർ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. മാത്രമല്ല ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ നല്ല ഓഫറിലാണ് ഈ ഒരു ബഡ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻട്രോഡക്ടറി ഓഫർ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈ ഒരു ബഡ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാത്രമല്ല വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഓഫർ. നോയ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് ബ്രാൻഡാണ്. മാത്രമല്ല ബഡ്സിന്റെ കാര്യത്തിലെല്ലാം യു കൺ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു മികച്ച ബ്രാൻഡ് കൂടെയാണ് നോയ്സ്. അപ്പോൾ ഈ ഒരു ഓഫർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അതുപോലെ തന്നെ പെർഫോമൻസ് അതൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് കാണാം. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് നോയ്സിന്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ബഡ്സിന്റെ നല്ലൊരു ഇമേജ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓൾസോ ബഡ്സ് ട്രൂപ്പർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷത്തോട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെക്ക് ഡീറ്റെയിൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിറകിലായിട്ട് നമുക്ക് ബ്രാൻഡിന്റെ കുറേ ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. പിറകിലോട്ട് വരുമ്പോൾ ഈ ഒരു വർഷത്തോട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഇതിന്റെ സീലോ അല്ലെങ്കിൽ പാക്കൊക്കെ പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ പക്കലുള്ളത് ഈ ഒരു കളർ വേരിയന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മൈറ്റി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വേരിയന്റ് ആണ്. നമ്മുടെ പക്കലുള്ള രണ്ടാമത്തെ കളർ വേരിയന്റ് ആണിത്. ഇതിന്റെ ബഡ്സിന്റെ ഇമേജ് ഇവിടെ കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഇവിടെ സീലെല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഞാനിപ്പോൾ സീൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. സ്റ്റോം ഗ്രേ കളർ വേരിയന്റ് ആണ് നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ നോയ്സിൻ്റെ ബഡ്സ് ആസ് ഓൾവേസ് മികച്ച ഡിസ്കൗണ്ട്സിലാണ് അവർ ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഓഫറിൻ്റെ അപ്ഡേറ്റ് ആണ് നമ്മുടെ ചാനൽസിലൂടെ നിങ്ങൾക്ക് എത്തിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. വളരെ സേഫ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് ഈ ഒരു പേപ്പർ ഇങ്ങനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബഡ്സ് കാണാനായിട്ട് പറ്റും. അതിന് സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ബോക്സ് കാണാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സിൻ്റെ അതുപോലെ തന്നെ ചാർജിങ് കേബിളൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇയറിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള കുറേ എക്സ്ട്രാ ഇയർ ടിപ്സ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഏകദേശം 4ഓളം എക്സ്ട്രാ ഇയർ ടിപ്സ് ഈ ഒരു പാക്കിൽ വന്നിട്ടുണ്ട്. ഓൾസോ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചാർജിങ് കേബിളും ഈ ഒരു കേസിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. അത് നമുക്ക് വശത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ യൂണിറ്റ് ആണ്. അതിന് പുറമെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കുറച്ച് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ബുക്ക് മൈ ഷോയുടെ ഒരു വൗച്ചർ കിട്ടുന്നുണ്ട്. ഈ ഒരു വൗച്ചർ നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ബഡ്സ് കിട്ടുന്ന സമയത്ത് ഇത് സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബോക്സിൽ കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓൾസോ നമുക്ക് ഇതിൽ ഇത്തരത്തിലൊരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്നത്. ബഡ്സിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ഐക്കോണിക് വൈസർ ഡിസൈനിലാണ്. ഒരു ഹെൽമെറ്റ് കൈൻഡ് ഓഫ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല LED ലൈറ്റ്സ് ഫ്രണ്ടിലായിട്ട് തന്നെ വരുന്നുണ്ട്. 45 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം ഈ ഒരു ബഡ്സ് നമുക്ക് നൽകുന്നുണ്ട്. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അൾട്രാ ലോ ലാറ്റൻസി 40 മൈക്രോ സെക്കൻഡ് വരെ ഈ ഒരു ബഡ്സ് നൽകുന്നുണ്ട്. മാത്രമല്ല 13mm ഡ്രൈവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10 മിനിറ്റ് ചാർജ് ആണെങ്കിൽ 150 മിനിറ്റ് വരെ പ്ലേ ടൈം ഈ ഒരു ബഡ്സ് നൽകുന്നുണ്ട്. മാത്രമല്ല ആമസോണിലും അതുപോലെ തന്നെ നോയ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലും ഈ ഒരു ബഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള മറ്റൊരു കളർ വേരിയൻ്റ് ആണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ. നല്ല ഡിസ്കൗണ്ട്സിൽ നിങ്ങൾക്ക് കിട്ടും. അതിനായിട്ട് ഓഫർ കാർഡ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കളർ വേരിയൻ്റ് ആണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നല്ല സ്റ്റൈലും ലുക്കിലുള്ള ബഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നോയ്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് കളർ കോംബോയിലാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു സ്റ്റോം ഗ്രേ കളർ വേരിയൻ്റ് ആണ്. ഒരു ബ്ലാക്ക് കളർ കോംബോയിലാണ്, അതായത് ഒരു ബ്ലാക്ക് മിക്സോട് കൂടിയാണ് വന്നിട്ടുള്ളത്. നോയ്സിൻ്റെ ബ്രാൻഡിങ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിറകിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഗ്ലോസി ഫിനിഷാണ് ഈ ഒരു ബ്ലാക്ക് ഏരിയയിൽ വരുന്നത്. മാത്രമല്ല നമുക്ക് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം നല്ല സ്റ്റൈലൻ ലുക്കിലുള്ള ആ ഒരു എന്താ പറയുക LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു സ്റ്റൈലൻ ലുക്കിലാണ് അതിൻ്റെ ലൈറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് ബഡ്സ് പുറത്തോട്ട് എടുക്കാം. ബഡ്സ് നല്ല ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ബഡ്സ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ഹെവി ആയിട്ടുള്ള ബഡ്സ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് കേസിൻ്റെ ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓൾസോ കേസ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനൊക്കെ തന്നെയാണ്. വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു കേസ് അല്ല. ഇനി ബഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതേ സെയിം കളർ കോമ്പിനേഷനാണ് ബഡ്സിലോട്ടും വരുന്നത്. ആ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ആ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ബഡ്സും വന്നിട്ടുള്ളത്. ഇതിൻ്റെയും ഡിസൈന് സിമിലർ ഡിസൈനാണ്, കളറിലാണ് ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. രണ്ട് കേസിലും നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ബ്ലാക്ക് ടച്ച് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോയ്സ് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇത് ഒന്നുകൂടെ ഒരു ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ പല കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്ത് വരുമ്പം കാണാം. ഇത് വളരെ അട്രാക്റ്റീവായി എനിക്ക് തോന്നി. ഈ ഒരു ലൈറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബഡ്സ് നമുക്കൊന്ന്
ചെവിയിലോട്ട് വെച്ച് നോക്കണം. ചെവിയിലോട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇത്തരത്തിൽ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് എല്ലാം നമ്മൾ വളരെ മികച്ച ഡിസ്കൗണ്ട് പ്രൈസിൽ ആളുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അല്ല. ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കാറുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫർ കാർട്ട് എന്ന ബ്രോഡ്കാസ്റ്റ് ചാനൽസിലൂടെയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഓഫർ കാർട്ട് എന്ന ടെലിഗ്രാം ചാനൽസിലും അതുപോലെ തന്നെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. ഏകദേശം ഒരു 50-60% നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓഫേഴ്സ് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-15 വാച്ചസ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം മികച്ച ഓഫറിലാണ് ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ ഗ്രാബ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓൾസോ മറ്റുള്ള ഓഫറിൻ്റെ അപ്ഡേറ്റ്സും ആ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബഡ്സ് ഒന്ന് ചെവിയിലോട്ട് വെച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ടൈറ്റായിട്ട് ഫേമായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു ചെവിയിൽ വെക്കുമ്പോൾ നല്ലൊരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഹെഡ് ടിൽറ്റ് ചെയ്താലൊന്നും ഒരു പ്രശ്നവുമില്ല. ജോഗിങ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും ജിമ്മിലൊക്കെ ബഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. എസ്പെഷ്യലി വീഡിയോ കാണുന്നതിന് മറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രെഡ്മില്ലൊക്കെ റൺ ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു വറി, ഇതൊരിക്കലും ഫാൾ ആകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. മാത്രമല്ല കേസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോക്കറ്റിലൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഈ ഒരു വൈറ്റ് മോഡൽ പെട്ടെന്ന് ചെളിയാവും അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഓൾസോ നിങ്ങൾക്ക് മറ്റ് കളേഴ്സിലും ഈ ഒരു ബഡ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. നിലവിൽ നമ്മുടെ പക്കലുള്ള 2 ഡിഫറെൻറ്റ് കളർ വേരിയൻ്റ് ആണത്. അത്യാവശ്യം നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കിലാണ് 2 ബഡ്സും വന്നിട്ടുള്ളത്. ഡിസൈനും കാര്യങ്ങളൊക്കെ സിമിലിയർ ആണ്, കളറിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത്. മാത്രമല്ല ആ ഒരു ബ്ലാക്ക് കവറിങ് രണ്ടിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ലൈറ്റിങ് കാണാം. ബഡ്സ് കണക്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. കേസ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫോണിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഫെച്ച് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ ഓപ്ഷനിൽ കാണാം ബഡ്സ് ട്രൂപ്പർ എന്ന് കാണാം. ഇതൊന്ന് ഈസി ആയിട്ട് പെയർ ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈസി ആയിട്ട് പെയർ ആയിട്ട് കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വളരെ മികച്ച കണക്ടിവിറ്റി ഒരു ബഡ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു കൈൻഡ് ഓഫ് സൗണ്ട് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു, കാരണം ഇത് കണക്റ്റായി. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് ആണ്. ഞാനിപ്പോൾ ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് ഞാൻ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ബഡ്സിൽ സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതോടുകൂടി ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ സിംഗിൾ ടാപ്പ് കൊടുക്കുമ്പോൾ പിന്നെ വോളിയം ഇങ്ങനെ ഡിക്രീസ് ആകുന്നത് കാണാനായിട്ട് പറ്റും. ഓരോ സിംഗിൾ ടാപ്പിലും ഇങ്ങനെ വോളിയം ഇങ്ങനെ ഡിക്രീസ് ആകും. സിമിലർലി നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ സിംഗിൾ ടാപ്പ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വോളിയം ഇങ്ങനെ ഇൻക്രീസ് ആവുന്നതും കാണാനായിട്ട് പറ്റും. അതിൻ്റെ ടച്ച് കൺട്രോൾസ് വളരെ സ്മൂത്ത് ആണ്. ഇനി നിങ്ങൾ ബഡ്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പോസ് ആയിരിക്കുന്ന സോങ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. സിമിലർലി നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് അത് വീണ്ടും പോസ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾ 3 തവണ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് ട്രാക്കിലോട്ട് അത് പോകും. ഇനി ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിങ്ങനെ 3 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. 4 തവണ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ്. ഒരു നല്ല ശബ്ദമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മാക്സിമം സൗണ്ടിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് വളരെ സ്മൂത്താണ്. സിംഗിൾ ടാപ്പ് വോളിയം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ചെവിയിലൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫീൽ എങ്ങനെയായിരിക്കും. പിന്നെ വോയിസ് ക്ലാരിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിതിപ്പോൾ പ്ലേ ചെയ്തു. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് നല്ല വോളിയത്തിൽ തന്നെ ഇത് കേൾക്കാനായിട്ട് പറ്റും. മാത്രമല്ല പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് അതുപോലെ ഫിലിംസ് അതെല്ലാം എൻജോയ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ബഡ്സ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകമിംഗ് കോൾ വരുന്ന സമയത്ത് അത് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു കോൾ ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്ത് അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് കൊടുത്താൽ അത് വീണ്ടും ഹാങ് അപ്പ് ആകും. അപ്പോൾ കോൾ നമുക്ക് ഇത്തരത്തിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോള് നിങ്ങൾക്ക് റിജക്റ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ കോൾ വരുന്ന സമയത്ത് ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി, കോൾ റിജക്റ്റ് ആയിട്ട് കിട്ടും. സ്മാർട്ട് വാച്ച് ആയാലും ബഡ്സ് ആയാലും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓർഡർ ഐ ഡി ഉണ്ടാവും. ആ ഒരു ഓർഡർ ഐ ഡി വെച്ചുകൊണ്ട് നിങ്ങളിത് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. വാറണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ നോക്കുന്നത് നിങ്ങൾ വാറണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽസിലൂടെ നമ്മൾ റിവ്യൂ യൂണിറ്റ് സൈറ്റ്സ് കൊടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ഓർഡർ ഐ ഡി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നോയ്സ് പുറത്തിറക്കിയ ബഡ്സ് ട്രൂപ്പർ എന്ന ഈ ഒരു കിഡിലൻ ഇയർബഡ്സിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ബഡ്സ് മികച്ച ഓഫറിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇതിൻ്റെ ഓഫർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.